ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഇപ്പോൾ ട്രേഡ് ചെയ്യണ ഗിഫ്റ്റ് നിഫ്റ്റി 25,915 താഴെ ഡൗൺ ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യണത്. ഇന്നലെ ക്ലോസ് ചെയ്ത ഡോ 302 പോയിന്റ് താഴെയും ഡെക്സ് 153 പോയിന്റ് താഴെയും FTSE മാർക്കറ്റ് 66 പോയിന്റ് താഴെയുമാണ് ട്രേഡ് ചെയ്തത്. ഇന്നലെ പേരിന് നാസ്ഡാക്ക് 76 പോയിന്റ് പോസിറ്റീവിലായിരുന്നു. ഇന്നലെ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്തത്. അതിൽ ബാങ്ക് നിഫ്റ്റി കൂടുതൽ ലോയിലാണ് ഇന്നലെ ട്രേഡ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ന്യൂസുകൾ, ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ മാത്രം ആദ്യം പറയാം. അതിനുശേഷം വാർത്തകളായിട്ട് സ്റ്റോക്കുകളുടെ ഇമ്പോർട്ടൻറ്റ് 2 ന്യൂസുകൾ പറയാം. ഒന്നാമത്തെ ഒരു ന്യൂസ്, ഓല ഇലക്ട്രിക് ഭവേഷ് അഗർവാള് 26 ദശലക്ഷം ഷെയർസ് സെല് ചെയ്തു. അതായത് ഇഷ്യൂ പ്രൈസിനെക്കാട്ടും പകുതി വിലയ്ക്കാണ് 26 ദശലക്ഷം ഷെയർസ് ആള് സെല് ചെയ്തത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ്. കൂടാതെ സെപ്റ്റോന്റെ IPO വരുന്നുണ്ട്. അടുത്ത ആഴ്ച സെപ്റ്റോ IPO ഫയൽ ചെയ്യും. 4200 കോടി രൂപയുടെ ഒരു IPO ആണ് ഫയൽ ചെയ്യണത്. 2021 ശേഷം ക്രൂഡ് ഓയിൽ 2021 ഫെബ്രുവരിക്ക് ശേഷം ഏറ്റവും താഴ്ന്ന നിലയാണ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യണത്. ഗോൾഡ്, സ്പോട്ട് ഗോൾഡ് ഒരു പവന് 98,160 98,160 ആണ് ട്രേഡ് ചെയ്യണത്. ഹൈ ആയ 99,280 99,280 ആണ് ഹൈ. BTC 2% അപ്പിൽ $87,000 ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ പ്രത്യേകം നോക്കാച്ചാൽ ഇന്നലെ എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറിയാം പൊസിഷൻ അഡ്ജസ്റ്റിങ്ങും അതുപോലെ തന്നെ ട്രേഡേഴ്സിന്റെ ചേഞ്ചിങ് അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പയറി ഡേയിൽ ഉണ്ടായിരിക്കും. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ നിഫ്റ്റി ഏകദേശം 167 പോയിന്റ് താഴെയാണ് ട്രേഡ് ചെയ്തത്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,851 ആണ്. അപ്പോൾ ഈ 167 പോയിന്റിൽ 41 പോയിന്റും അതിൽ ഡൗൺ ആക്കിയത് ആക്സിസ് ബാങ്ക് ആണ്. അറിയാം, ആക്സിസ് ബാങ്കും റിലയൻസ്, HDFC ഇതെല്ലാം ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ്. അതിൽ ഇന്നലെ ആക്സിസ് ബാങ്ക് മാത്രം 41 പോയിന്റ് നിഫ്റ്റിയെ താഴ്ത്തി. കൂടാതെ റിലയൻസ് 23 പോയിന്റ് താഴ്ത്തി. ഇതിൽ ആക്സിസ് ബാങ്ക് ഇന്നലെ 5% താഴെ പോയിരുന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ Q3 കുറവായിരിക്കും. അതിനുള്ള പ്രഷർ ഉണ്ട് എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ Q3 മാർജിൻ, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറവായിരിക്കും എന്നുള്ളത് തന്നെ നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ആക്സിസ് ബാങ്ക് ഇന്നലെ 5% താഴെ പോയി. JSW സ്റ്റീൽ ഏകദേശം 3%, HCL ടെക് 2%, എറ്റേണൽ ഇന്നലെ 4.5% ഡൗൺ ആയിരുന്നു. ടാറ്റ സ്റ്റീലും ഇന്നലെ 1.75% ഡൗൺ ആയിരുന്നു. കൂടാതെ ഇന്നലെ RBL ബാങ്കിന്റെ ന്യൂസ് നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു. CFO റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. RBL ബാങ്കും ഇന്നലെ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. US ജോബ് ഡാറ്റ ഇന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കണം. കൂടാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഇൻഷുറൻസ് സെക്ടറിലെ 100% പങ്കാളിത്തം പ്രൈവറ്റ് ആക്കും എന്നുള്ള ഒരു ന്യൂസ് മാർക്കറ്റിൽ നിന്നിരുന്നു. അപ്പോൾ അത് ഏകദേശം ശരി വെച്ചുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ബാങ്കിങ് ഓഹരികൾക്ക് അത്രയും നല്ലതല്ല. കാരണം സ്വകാര്യ മേഖല ഇടിഞ്ഞ് താഴെ പോകാനുള്ളൊരു സാധ്യത ബാങ്കിങ് സെക്ടർ, സ്വകാര്യ ബാങ്കിങ് സെക്ടറിന് അത്രയും ഒരു പോസിറ്റീവായ കാര്യമില്ല. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഇൻഷുറൻസ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കുകൾ എന്ന് ഞാൻ താഴെ ഫസ്റ്റ് കമന്റിൽ ഞാൻ മാർക്ക് ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കാം. കൂടാതെ നമ്മുടെ സ്വകാര്യ മേഖല ഇടിഞ്ഞ നിലയ്ക്കാണെന്നാണ് ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ഒരു ന്യൂസ്. പിന്നെ നവംബറിൽ ഇന്ത്യയുടെ കയറ്റുമതി കൂടി എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. കൂടാതെ ഇന്ത്യയിലെ ആളുകൾ കൂടുതലും US ഓഹരികളും US ETFകളിലും ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ ഒരു ന്യൂസ് ഉള്ളത്, വേദാന്ത എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. അവർ മെർജർ അംഗീകരിച്ചിരുന്നു. 6 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ആവും വേദാന്ത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വേദാന്ത സ്റ്റോക്കൊക്കെ ഇന്നലെ അപ്പായിരുന്നു. അപ്പോൾ വേദാന്ത 6 കമ്പനികളായിട്ട് ഡീമർജ് വരും. അപ്പോൾ അതിൽ മെയിനായിട്ടും വരുന്ന സെക്ടേഴ്സ് വെച്ചാൽ ഒന്ന് അലുമിനിയം, ഓയില്, ഇരുമ്പുരുക്ക്, വാതകം, വൈദ്യുതി, ഇങ്ങനെയുള്ള 6 സെക്ടേഴ്സായിട്ട് വേദാന്ത ഡീമർജർ വരും. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കൂടാതെ ഇന്നലെ ജിയോത്ത് ഫിനാൻസ് സർവീസ് ബൾക്ക് ഡീൽ വഴി അവരെ പ്രൊമോട്ടേഴ്സായ BNP പരിബാസ് 4.1 കോടി ഓഹരികൾ ഇന്നലെ വിറ്റു. അതായത് PNB പരിബാസ് 22.13% അവരെ ഹോൾഡിങ്സ് ഉണ്ട്. ഇന്നലെ വിറ്റ മൂല്യം മാത്രം
279 കോടി രൂപയുടെ ഓഹരികൾ ഇന്നലെ വിറ്റു. അതായത് 4.1 കോടി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ സ്റ്റോക്കുകൾ ഇന്നലെ BNP പരിവാസ് സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐനോക്സ് വിൻഡ് 102.3 മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ അവർക്ക് കിട്ടി. ABFRL CPC ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന്, കർണാടകയിലുള്ള കമ്പനി ആയിട്ടാണ് ഐനോക്സ് വിൻഡിന് 102.3 മെഗാവാട്ടിൻ്റെ ഓർഡർ കിട്ടിയത്. മാരുതി സുസുക്കി 2026 വിറ്റാര എന്ന് പറഞ്ഞ അവരുടെ EV വെഹിക്കിൾ അവർ ഇറക്കുന്നുണ്ട്. ആ ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. കൂടാതെ അതോടൊപ്പം തന്നെ ടയോറ്റ അവരുടെ അർബൺ ക്രൂയിസർ ഓൾറെഡി ഇന്തോനേഷ്യയിൽ BV SUV ഇലക്ട്രിക് കാർ ചെയ്യുന്നുണ്ട്. അതും എന്താ പറയുക, ഇന്ത്യയിൽ 2026 കൂടി ടയോറ്റയും സുസുക്കിയും കൂടിയുള്ള ഒരു പങ്കാളിത്തത്തിൽ ഇന്ത്യയിൽ ഇറക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഗൂഗിൾ US മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നോക്കാം. ഗൂഗിളുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺ വലിയ രീതിയിൽ ഇയർ എൻഡ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൂടാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഉള്ളത് ഇന്ത്യൻ GDP ഗ്രോത്ത്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ GDP പുനരുദ്ധാരണ പദ്ധതി, അതായത് ബേസ് ഇയർ 2022-2023 ആക്കി മാറ്റും എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. അതായത് GDP പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ബേസ് ഇയർ 2022-2023 ആക്കി മാറ്റും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ GDP ഗ്രോത്ത് റുപ്പീസിൽ പറയുകയാണെങ്കിൽ 331 ലക്ഷം കോടി രൂപയാണ്. 331 ലക്ഷം കോടി രൂപ. 2026 ആകുമ്പോൾ അത് 360, 2030 ആകുമ്പോൾ 500 ലക്ഷം കോടി രൂപയും 2035 ആകുമ്പോൾ 750 കോടി രൂപയുമായി മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വലിയ രീതിയിൽ DIS ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം മാർക്കറ്റിൽ SIP വഴി കണ്ടമാനം ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ CGR ഗ്രോത്ത് 12% അപ്പാവും ആയി നിൽക്കും എന്നുള്ള ഒരു ന്യൂസും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിലെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ്. നിങ്ങളും മാർക്കറ്റിൽ എന്തെങ്കിലും ഡാറ്റാസൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, ഓഹരി ഗ്രൂപ്പിൽ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ കമൻറ്റിന് താഴെ